ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. അതായത് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയ കാലം തൊട്ട് എല്ലാവരും പറയുന്നതാണ് റൂം ടൂർ ചെയ്യും, ഹോം ടൂർ ചെയ്യും അങ്ങനെയൊക്കെ. പക്ഷെ നമുക്ക് സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹോം ടൂർ അല്ല, റൂം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് അതിന് ഒരു സമയം കിട്ടിയത്. അപ്പോൾ വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തിയിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് എൻ്റെ റൂം എപ്പോഴും. ഇതൊന്നുമില്ല. എൻ്റെ വീട്ടിലെ ഏറ്റവും ചെറിയ റൂമാണ് എൻ്റെ റൂം. പിന്നെ ഇത് പ്രത്യേകിച്ച് വൃത്തിയാക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വത്തപ്പോൾ ജോലിക്ക് പോകണല്ലോ. എൻ്റെ റൂമിലെ എല്ലാ പരിപാടിയും അവളാണ് ചെയ്യാറ്. വൃത്തിയാക്കലും തുടക്കലും ഇതൊക്കെ അവൾ തന്നെയാണ്. എൻ്റെ ഡ്രസ്സ് വരെ മടക്കി വെച്ചിരുന്നത് അവളാണ്. ഞാൻ ആകെ ചെയ്യണത് നമ്മൾ ഈ കിടക്കണം ബെഡുണ്ടല്ലോ, അതിൻ്റെ വീഡിയോ ഒന്ന് സെറ്റാക്കി ഇടും. അതുപോലെ തന്നെ എൻ്റെ ലാപ്ടോപ്പ് വെച്ചിട്ടുള്ള ആ ടേബിൾ ഒന്ന് വൃത്തിയാക്കും. അത് മാത്രമാണ് ഞാൻ എൻ്റെ റൂമിൽ ചെയ്യാറുള്ളത്. ബാക്കി എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റൂം ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ റൂമിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയാണ് റൂമിൻ്റെ വ്യൂ ഇരിക്കണത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് പറയാം. ഒരു സാധാരണ നോർമൽ റൂമാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിലെ ഏറ്റവും ചെറിയ റൂം എൻ്റെയാണ്. അപ്പോൾ കയറി വരുന്ന വാതിലിൻ്റെ അവിടെ തന്നെ ഞാൻ, അമ്മ, മിന്നുമായിട്ടുള്ളൊരു ചെറിയ ക്ലോക്കാണ് വെച്ചിട്ടുള്ളത്. അത് നമ്മൾ ഈ വീട്ടിലേക്ക് പാർക്കുമ്പോൾ തന്നെ നമ്മൾ വാങ്ങി വെച്ചൊരു ഐറ്റം ആയിരുന്നു അത്. പിന്നെ കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ തന്നെ എൻ്റെ റൂമിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു നിയോൺ ലൈറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നല്ല ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. അടിപൊളിയാണ്. ബിലീവ് ഇൻ യുവർ സെൽഫ്. അതൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങിച്ചു വെച്ചു എന്നുള്ളത്. പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. കാണാൻ കുഴപ്പമില്ല. നല്ല ഇരുട്ടൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഞാൻ റൂം അങ്ങനെ പെയിന്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അത് അത്രയും ഇതായിട്ട് നിൽക്കാത്തത്. കുഴപ്പമില്ല, ഭാവിയിൽ നമുക്ക് സെറ്റാക്കാം. പിന്നെ എന്ന് പറയണത് എൻ്റെ ബെഡ്ഷീറ്റ് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പില്ലോ ആയിരുന്നു. ഇത് 2 പില്ലോ ഉണ്ട് കേട്ടോ. ഞാൻ 2 പില്ലോ യൂസ് ചെയ്യും. അപ്പോൾ അത് 2 എൻ്റെയാണ്. ഇത് ഇപ്പോൾ സ്വത്ത് മാമനും വീട്ടുകാരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അവളും ഞാനുമാണ് ഇപ്പോൾ ഇവിടെ കിടക്കാറ്. കുറച്ച് നാളായിട്ട് അവൾ എൻ്റെ റൂമിലാണ്. അപ്പം അത് അവളുടെയാണ് ഈ പില്ലോ. അപ്പോൾ ഇതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ശരിക്കും ഇതിൻ്റെ മാറ്റ് ഇതായിരുന്നില്ല. നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നത് അതായിരുന്നു. അത് കുറച്ച് അടിപൊളി ബെഡ്ഷീറ്റാണ്. പിന്നെ നോർമൽ ബെഡൊക്കെയാണ്. നമ്മളങ്ങനെ റൂമിന് വേണ്ടി അധികം പൈസ ഒന്നും ചിലവാക്കിയിട്ടില്ല. പിന്നെ കർട്ടനൊക്കെ നമ്മൾ വീട് മാറുമ്പോൾ തന്നെയാണ്. ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇവിടെ. പിന്നെ എന്ന് പറയണത് ഇത് എൻ്റെ ട്രൈപോഡാണ്. ഇത് ശരിക്കും ഇവിടെ ഇരുന്നാണ്. അവള് വൃത്തിയാക്കണതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കും. പിന്നെ ജനലും ഇരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ, അതുപോലെ തന്നെ ഇതെന്തായിരുന്നത്, ഇതെൻ്റെ മൈക്കാണ്. മൈക്ക് ഞാൻ ഇപ്പോൾ അധികം അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. എന്നാലും വല്ല വ്ളോഗൊക്കെ വേണ്ടി വരുമ്പോൾ എടുക്കും. പിന്നെ നമ്മൾ നേരത്തെ ഇതാണ് ഞാൻ വർക്ക് ചെയ്യണത്. അവിടെ അടിയിൽ എൻ്റെ കുറച്ച് ബുക്സ് ഉണ്ട്. ഞാൻ കുറച്ച് ശരിക്കും വായിക്കും ഗൈസ്. നിങ്ങൾക്കറിയാത്ത എൻ്റെ ഒരു ശീലം എന്നാണ് വായനയാണ്. പിന്നെ ഇതെൻ്റെ ലാപ്പ്, എൻ്റെ ഗ്ലാസ്. ഞാൻ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ ഗ്ലാസ് വയ്ക്കും. അതുപോലെ തന്നെ ഇത് എനിക്കൊരു കുട്ടി ഗിഫ്റ്റ് ചെയ്തതാണ്, ഈ ഒരു ചെറിയ ഫ്രെയിം. അതുപോലെ തന്നെ ഇത് എനിക്കൊരു ബർത്ത്ഡേക്ക് ഒരു ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ്. അമ്മൂസ് അടിപൊളി ഒരു ഫ്രെയിമാണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ നേരെ തന്നെ വെച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിയുമ്പോൾ എൻ്റെ മറ്റൊരു ഫ്രെയിമാണ്. ഇത് ആരും ഗിഫ്റ്റ് ചെയ്തതല്ല. ഇത് അമ്മ ഫ്രെയിം ചെയ്താണ് നിങ്ങളുടെ വീട് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ ഫോട്ടോയ്ക്ക് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് ഗൈസ്. ഞാൻ എങ്ങോട്ട് പോകുമ്പോഴും ഈ ഫോട്ടോ എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആണ്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൂമിലെ എല്ലാ വൃത്തിയായിട്ട സാധനങ്ങളും ഞാൻ ഇടുന്ന ഒരു സെക്ഷനാണ്. എൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിംഗ് ലൈറ്റ്. അതുപോലെ തന്നെ ഇത് ഞാൻ പാൻറ് ഇടുമ്പോൾ കവർ യൂസ് ചെയ്യും. അപ്പോൾ ആ കവറാണ് അത്. അതുപോലെ തന്നെ ഞാൻ തോർത്തൊക്കെ ഇവിടെയാണ് ഇടുക, ടവല്. പിന്നെ മുടി കൊച്ചിലിൻ്റെ പേടിയാണ് ഞാനിപ്പോൾ വെള്ളത്തോർത്ത് യൂസ് ചെയ്യാറില്ല. അത് കാരണം വൈറ്റ് ഒന്നും ഇല്ല. ഇപ്പോൾ അതാണ് ഞാൻ ബ്ലാക്ക് ടവൽ യൂസ് ചെയ്യണം. പിന്നെ ഈ ഒരു ഫ്രെയിം ഇതെനിക്ക് കമ്പനിയിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് തന്നാണ്. ജീസൻ, സിജി, ഇവർ രണ്ടുപേരും ഞങ്ങളിങ്ങനെ ഒരു ട്രയോ എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു. അവിടെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു എന്നല്ല, ഇപ്പോഴും ആണ്. അപ്പോൾ അവരെനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഫ്രെയിം. അത് ഞാൻ എൻ്റെ ബെഡിൽ നിന്ന് നേരെ നോക്കിയാൽ അത് കാണാം. അങ്ങനെ എൻ്റെ നേരെ തന്നെ വെച്ചേക്കാണ്. പിന്നെ ഈ റിംഗ് ലൈറ്റ് ഇവിടെ വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ തന്നെ വെച്ചിട്ടാണ് ഓണാക്കുക. അപ്പം നമ്മൾ നേരെ നോക്കുമ്പോൾ മിറർ കണ്ട. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാറ്. മിറർ നല്ല വൃത്തിയൊക്കെയാണ്. ഇപ്പോൾ എന്തൊക്കെയാ കുത്തൊക്കെ ഉണ്ട്. ഞാൻ ഒന്നും വൃത്തിയാക്കില്ല കൈസ്. വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ അവിടെ മാറ്റൊന്നും വരുത്തിയിട്ടില്ല. ഞാൻ തന്നെയാണ് എൻ്റെ റൂം എപ്പോഴും. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ. പിന്നെ എൻ്റെ ഫേവറേറ്റ് വാൾ പിക്ചർ ഉണ്ട്. ഇത് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. നമ്മുടെ ഗോകുവിന്റെ ആനിമ ഞാൻ കണ്ടിട്ടോ അല്ലെങ്കിൽ അവന്റെ ഫാനായിട്ടൊന്നുമല്ല. നമ്മൾ ചെറുപ്പത്തിൽ ജോമെട്രി ബോക്സിലും അതുപോലെ തന്നെ ലേബിളിലൊക്കെ ഗോകു എന്നൊക്കെ കണ്ട്. പിന്നെ അവന്റെ ഫിസിക് ഉണ്ടല്ലോ, ആ ഫിസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഫാൻ ആയിട്ട് വെച്ചുള്ളതല്ല. ഞാൻ ആനിമയും കാര്യങ്ങളൊന്നും കാണാറില്ല.
പിന്നെ എൻ്റെ റൂമിൽ എന്ന് പറയുമ്പോൾ ബുക്സ് ഒക്കെ പറഞ്ഞല്ലോ, പിന്നെ ഒന്നും ഇല്ല. പിന്നെ ഉള്ളത് കബോർഡിൽ എന്തൊക്കെയുള്ളത് നോക്കാം. കബോർഡിൽ ഫസ്റ്റ് കളി തുറക്കുമ്പോൾ ഒന്നുമില്ലേ. ഇതെൻ്റെ മുണ്ട്, അതായത് ബോട്ടം വെയറുകളൊക്കെയാണ്. അതൊന്നും വലിയ വൃത്തിയിലൊന്നും ഇരിക്കുന്നത്. പിന്നെ ഇതെന്റെ ഷർട്ടുകളാണ്. ഷർട്ട് കുറെ അലക്കാനിട്ടേക്കാൻ തോന്നുന്നുണ്ട്, ഇപ്പൊ നല്ല ഷർട്ടൊന്നും കാണാനില്ല. അപ്പൊ ഇത്ര ഷർട്ടുകളുള്ളൂ എനിക്ക്. കുറെ ഷർട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒക്കെ എനിക്ക് ഞാനാണെങ്കിൽ പെട്ടെന്ന് വളരുക, അപ്പൊ എനിക്ക് സൈസ് ഒന്നും കറക്റ്റ് ആവില്ല. അപ്പൊ ഒക്കെ ഞാൻ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും. പിന്നെ ഇത് പാൻറ്റും ഉണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ. ഇതാണ് എൻ്റെ ഫസ്റ്റ് കള്ളി. പിന്നുള്ളത് ഇതാണ്. ഞാൻ ആകെ യൂസ് ചെയ്യണത് ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്റെ മോയ്സ്ചറൈസറാണ്. കാറ്റഫിലിന്റെ മോയ്സ്ചറൈസറാണ്. അതേപോലെ തന്നെ ഞാൻ മിനിമലിസ്റ്റിന്റെ സൺസ്ക്രീൻ ആണ്. അതെല്ലാം പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യുള്ളൂ. ഈ രണ്ടാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുള്ളത്. മോയ്സ്ചറൈസർ എപ്പോഴും യൂസ് ചെയ്യും. പിന്നെ ഇതെനിക്ക് മെറ്റാബക്സിന്റെ 2 പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഫേസ് വാഷും അതുപോലെ തന്നെ വൈറ്റമിൻ സി ബോഡി ലോഷനാണ്. പിന്നെ ഈ പെർഫ്യൂംസ് ഒക്കെ നല്ല റേറ്റുള്ളതാണ്. എനിക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്ന് തരണമാണ് ഓരോരുത്തർ, പക്ഷെ ഞാനങ്ങനെ യൂസ് ചെയ്യില്ല പെർഫ്യൂം ഒന്നും. പിന്നെ ഇത് എനിക്ക് ഹെയർ ഫോളുള്ള ഞാൻ മിനോക്സിലിൻ്റെ 5% യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും മുടി വലിച്ചിട്ട് കൂടിയപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചീപ്പായി യൂസ് ചെയ്യണത്. അപ്പോൾ കോമ്പിങ് ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ആക്സസറീസ് സെക്ഷൻ ഇതാണ്. ഇതിപ്പോൾ ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കണം നോക്കണ്ട, അത്യാവശ്യം സാധനങ്ങൾ ഇതിലുണ്ട്. ഇതെൻ്റെ വള. ഇത് ഞാൻ എവിടെ നിന്നാണ്, നമ്മുടെ ഏതൊരു ഒബ്രോൺ മാളിൽ നിന്ന് മേടിച്ചാണ്. ഇതിനൊരു 600 ആ റേഞ്ച് വരും. പിന്നെ എൻ്റെ G-Shockന്റെ വാച്ച്, അതുപോലെ തന്നെ 2 G-Shockന്റെ വാച്ച് ഉണ്ട്. പിന്നെ അത് കീ ചെയിൻസ് ആണ് അതിരിക്കുന്നത്. പിന്നെ ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യണ എൻ്റെ വാച്ച്. ഇത് കാസിയോ എനിക്ക് ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഇതെൻ്റെ ഗ്ലാസിൻ്റെ കൂളിംഗ് ഗ്ലാസിൻ്റെ സെക്ഷനാണിത്. അവിടെ 3-4 ഗ്ലാസ് ഉണ്ടാവും. പിന്നെ ഒരുപാട് മാലയൊക്കെ ഉണ്ട്. അത് കുറെ അമ്മ തന്നതും പിന്നെ ഫ്രണ്ട്സ് തന്നതും. കൂടുതലായിട്ട് ഞാനൊന്നും മേടിക്കാറില്ല കേസ്. ഇതൊക്കെ എനിക്ക് അവിടെ നിന്നൊക്കെ ഓരോരുത്തർ തരണതാണ്. അപ്പോ ഇതെന്റെ ക്യാപ്പ്. ഇതാണ് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യണ ക്യാപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. ക്യാപ്പ് എനിക്ക് ഒരുപാട് ക്യാപ്പുകളുണ്ട്. ഇതിന്റെ അടിയിലൊക്കെ ക്യാപ്പ് ഉണ്ട്, ഞാൻ അങ്ങനെ എടുക്കാറൊന്നുമില്ല. പിന്നെ എന്റെ ഡ്രിമ്മർ പറഞ്ഞല്ലോ. പിന്നെ ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളൊരു ഗിഫ്റ്റ് തന്നായിരുന്നു. ഇത് എന്താണ്, നമ്മൾ മറ്റേ ട്രൈപോഡായിട്ടും യൂസ് ചെയ്യാം. പിന്നെ സെൽഫി സ്റ്റിക്ക്, അങ്ങനത്തെ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള അടിപൊളി ഒരു ഇതായിരുന്നു. ഇത് ഞാൻ വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നാണ്. ഞാൻ അപ്പോൾ അതേപോലെ തന്നെ വെച്ചേക്കാണ്. ഞാൻ അത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ് എൻ്റെ റൂമിൽ. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഇത് കണ്ടോ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയർ ഇത് ഞാൻ യൂസ് ചെയ്ത പാൻറ്റുകളാണ്. ഒരു വട്ടമൊക്കെ ഇട്ട പാൻറ്റുകളാണ്. പിന്നെ ഞാൻ പാൻസ് ആകുമ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. ഒരു വട്ടം തന്നെ ഇട്ട് പിന്നെ അലക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഷർട്ട് ഒറ്റ വട്ടം സിംഗിൾ യൂസ് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യണം. പക്ഷേ ജീൻസ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അത് ബാക്കി ഒരു വട്ടം ഇട്ട ജീൻസ് ഞാൻ ഇവിടെ ഇടും. അത് കഴിഞ്ഞ് ഒരു 2 വട്ടമൊക്കെ ഇടുമ്പോഴേ ഞാനത് വാഷിങ്ങിന് കൊടുക്കാറുള്ളൂ. പിന്നെ ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക്, ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഞങ്ങൾ ഇവിടുത്തെ അമ്പലത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കൊല്ലത്തെ ക്യാഷൊക്കെ അതിൽ ഇട്ട് വയ്ക്കും, ചില്ലറ പൈസകൾ. എന്നിട്ട് അത് കൊല്ലാകുമ്പോൾ അവിടെ അമ്പലത്തിൽ കൊണ്ടുകൊടുക്കും. ഇത് അമ്പലത്തിലെ ആൾക്കാർ തന്നെ നമുക്ക് കൊണ്ടുവന്ന് തരുന്നതാണ്. വഴിപാട് പോലെ വെക്കണതാണ്. അതെൻ്റെ റൂമിലാണ് വെച്ചേക്കണം. അപ്പം അത്ര ഉള്ള. പിന്നെ അതൊന്നുമില്ല. അപ്പം ഇത്ര ഉള്ളു കേസ്. പിന്നെ ടേബിൾ ഫാൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇത് ഇവിടെ ഉണ്ടായിരുന്നല്ല. കറക്റ്റ് ഫേസ് കൂളാക്കുന്ന രീതിയിലാണ് വെച്ചേക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ചെറിയ റൂം എൻ്റെ ചെയ്തുകൊണ്ട് ഭയങ്കര ചൂടാണ്. നമ്മൾ ഈ ഒരു സീലിംഗ് ഫാൻ ഇട്ടുകൊണ്ട് മാത്രം ഒന്നും ആവില്ല. അപ്പം ഞാൻ വെറുതെ വെച്ചു എന്നുള്ളൂ. അപ്പോൾ ഭയങ്കര വൃത്തികേടായിട്ടാണ് റൂം ഇരിക്കണം. നമുക്കൊരു മേക്ക് ഓവറൊക്കെ ചെയ്യേണ്ട സമയമൊക്കെ ആയി, മാറ്റി അത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇത്ര ഉള്ളൂ എൻ്റെ റൂം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രം ഒന്നുമില്ല ഇതിൽ. ഈ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നോർമൽ റൂമും ആ കാലം കൊല്ലമായിട്ട് കിടക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് മേക്ക് ഓവറും കാര്യങ്ങളൊന്നും എൻ്റെ റൂമിൽ ചെയ്തിട്ടില്ല. നമുക്ക് ഇനി ചെയ്യാം. ഇപ്പം ഇത്ര ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ സിമ്പിൾ റൂമും സിമ്പിളായ എന്നെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ഇനി നമുക്ക് ഹോം ടൂറും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പം ഇത്ര ഉള്ളൂ. ബൈ.